നമസ്കാരം. ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്നും ഇടിവുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഗ്ലോബൽ മാർക്കറ്റിൽ സെൽ ഓഫ് പോലെ ഇപ്പോൾ US മാർക്കറ്റ് ഇന്നും ഒരു ഇടിവിലാണ് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ വിപണിയുടെ വിശകലനവും ഇടിവിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും വിപണിയിൽ ഇനി സമീപഭാവിയിൽ എന്ത് പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യങ്ങളോട് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പം ആദ്യം ഇന്നത്തെ ഒരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ പ്രധാന ഇൻഡിസസുകളെല്ലാം സൂചികളെല്ലാം ഒരു കനത്ത ഇടിവ് നമ്മൾ കണ്ടു. എല്ലാ സെക്ടറിലും തന്നെ ആ ഒരു വിൽപ്പന സമ്മർദ്ദം പ്രകടവുമായിരുന്നു. നിഫ്റ്റി വീണ്ടും 23,000 താഴെ എത്തിയാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പം വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ നോക്കുകയാണെങ്കിൽ BSEയുടെ മുഖ്യ സൂചിക സെൻസെക്സ് 931 പോയിൻറ്റ് ഡൗൺ, അതായത് 1.22% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുക 75,365 പോയിൻറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സമാനമായി NSEയുടെ അടിസ്ഥാന സൂചികയായ നിഫ്റ്റി 346 പോയിൻറ്റ് ഡൗൺ ആയിട്ടുണ്ട്, അതായത് 1.49% ഇടിവ് രേഖപ്പെടുത്തി 22,905 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം BSEയിലെ ഒരു ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ട 4,000-ഓളം ഓഹരികളിൽ ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തിരിക്കുന്ന 1,081 ഓഹരികളാണ്. നഷ്ടം രേഖപ്പെടുത്തി അല്ലെങ്കിൽ നഷ്ടം നേരിട്ട് ഇന്നത്തെ വ്യാപാരം പൂർത്തിയാക്കിയിരിക്കുന്ന ഓഹരികളുടെ എണ്ണം 2,721, അതായത് ഒരു അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ എന്തുമാത്രം ആ ഒരു മാർക്കറ്റിലെ സെൽ ഓഫ് നമുക്കതിൽ നിന്ന് പ്രകടമാണ്. ഇനി നിഫ്റ്റി ഓഹരികളുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ അതായത് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായുള്ള ഓഹരികൾ നോക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, ONGC, ടാറ്റ മോട്ടോഴ്സ്, സിപ്ല, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ നിഫ്റ്റി ഓഹരികളിലൊക്കെ ഒരു കനത്ത ഇടിവ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതേസമയം ബജാജ് ഫിനാൻസ്, ടാറ്റ കൺസ്യൂമർ, HDFC ബാങ്ക് ഷെയറുകൾ അത്യാവശ്യം ഒരു നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്. അതിൽ പ്രത്യേകിച്ച് HDFC ബാങ്ക് ഇതിൻ്റെ നേട്ടത്തിൽ തുടരാൻ കഴിഞ്ഞത് ഇൻഡെക്സിലെ ഒരു നഷ്ടത്തിന് ആഘാതം കുറയാനും ഘടകമായി നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് സെക്ടറായിട്ട് നോക്കുകയാണെങ്കിലും ഇനി മെറ്റൽ ഇൻഡെക്സ്, അതായത് മെറ്റൽ വിഭാഗം സൂചികൾ 6.5% ഇടിവ് നേരിട്ടു. ഫാർമ ഇൻഡെക്സിൽ 4% ഇടിവ് രേഖപ്പെടുത്തി. റിയാലിറ്റി ഇൻഡെക്സിലാണെങ്കിൽ 3.6% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലായാലും 4% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മറ്റ് സെക്ടർ ഇൻഡിസസുകളായ ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, പവർ, PSU, മീഡിയ, IT ഇൻഡെക്സുകളിൽ 2 മുതൽ 3% വരെയുള്ള ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ BSEയുടെ മിഡ് ക്യാപ് സൂചികയിൽ 3%, സ്മോൾ ക്യാപ് ഇൻഡിസസിൽ 3.4% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാം. അപ്പം വെള്ളിയാഴ്ചയുടെ ഈ ഒരു വ്യാപാര ആഴ്ചയ്ക്കും ക്ലോസിംഗ് ആയിട്ട് തന്നെ വിപണിയുടെ ഈ ഒരു ആഴ്ചത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിന് മുന്നേയുള്ള 2 ആഴ്ചകളിലായി കരസ്ഥമാക്കിയിരുന്ന നേട്ടത്തിൻ്റെ പകുതിയും ഇപ്പോൾ ഈ ഒരു ആഴ്ചയിൽ തിരിച്ചടിയുടെ നഷ്ടമായിട്ടുണ്ട്. സെൻസെക്സും നിഫ്റ്റി 3% വീക്ക്ലി ഒരു നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ് ഇൻഡെക്സും 2% നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട്. കമ്പയറബിളി താരതമ്യേന ഭേദപ്പെട്ട നിലയിൽ നിൽക്കുന്നത് നിഫ്റ്റി ബാങ്കാണ്. 5% താഴെയുള്ളൊരു നഷ്ടം മാത്രമാണ് വീക്ക്ലി ബേസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം സെക്ടർ ഇൻഡിസസിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടിരിക്കുന്ന IT ഇൻഡെക്സിനാണ്. ആഗോളതലത്തിലുള്ള പ്രതികൂല ഘടകങ്ങൾ തന്നെയാണ് അതിൽ സ്വാധീനിച്ചിട്ടുള്ളത്. 9% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കോവിഡ് കാലഘട്ടമായ 2020 ശേഷം IT ഇൻഡെക്സിൽ ഒറ്റയടിക്കുള്ള ഒരു വീക്ക്ലി ബേസിൽ ഏറ്റവും വലിയൊരു നഷ്ടമാണ് ഈ ഒരു ആഴ്ചയിൽ, അതായത് ഏപ്രിൽ ആദ്യവാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീക്ക്ലി ബേസിലുള്ള നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടർ ഇൻഡിസസുകളും നോക്കുമ്പോൾ ഒരു FMCG ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇൻഡിസസുകളും ഒരു നഷ്ടം രേഖപ്പെടുത്തി തന്നെയാണ് ഈ ആഴ്ച കടന്നു പോയിരിക്കുന്നത്. ഇന്ന് പ്രധാനമായും 4 ഘടകങ്ങളാണ് വിപണി ഇടിവിനെ സ്വാധീനിച്ചതിൽ. ഒന്ന്, ആഗോള വ്യാപാര യുദ്ധം സംബന്ധിച്ച ആശങ്കകൾ തന്നെയാണ്. ഏപ്രിൽ 2-ന് US 150ഓളം വരുന്ന ലോകരാജ്യങ്ങൾക്കെതിരെ വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ വിവിധ നിരക്കിലുള്ള താരിഫുകൾ ചുമത്തിയിരുന്നു. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തിയിരുന്നു. ഇതിനോടുള്ള അനുബന്ധമായിട്ട് അല്ലെങ്കിൽ ഇതിനോടുള്ള റീറ്റാലിയേറ്ററി ആയിട്ട് പ്രതികാരം എന്നുള്ള നിലയിൽ യൂറോപ്യൻ യൂണിയനും ചൈനയും ഒക്കെ ഒരു നിലപാടുകൾ സ്വീകരിക്കും, അല്ലെങ്കിൽ താരിഫുകൾ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക്, അവരുടെ രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കും ചുമത്തുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ആശങ്കകൾ അപ്പം അമേരിക്ക ചുമത്തി അതിനുള്ള തിരിച്ചടിയായിട്ട് മറ്റുള്ള രാജ്യങ്ങൾ പ്രധാനപ്പെട്ട ആഗോള സാമ്പത്തിക ശക്തികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആഗോളതലത്തിൽ തന്നെ അതൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കും അല്ലെങ്കിൽ വ്യാപാര യുദ്ധത്തിലേക്കും നയിക്കും, കാര്യങ്ങൾ കൂടുതൽ അനിശ്ചിതത്തിലേക്ക് പോകുമെന്നുള്ളതാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശങ്കയാണ് ഇന്ന് മാർക്കറ്റിനെ കൂടുതൽ സ്വാധീനിച്ച് കഴിഞ്ഞ ദിവസത്തെ ഗ്ലോബലി തന്നെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റുകൾ, ഏഷ്യൻ മാർക്കറ്റിലെല്ലാം ഒരു തിരിച്ചടി കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരു നമ്മുടെ മാർക്കറ്റ് ക്ലോസിങ്ങിലൂടെ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് US ചുമത്തിയിട്ടുള്ള 34% നികുതിയാണ് ചൈനയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ 34% നിരക്കിൽ തന്നെ അമേരിക്കയിൽ നിന്നും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ചുമത്തുമെന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഏപ്രിൽ 10 മുതൽ അത് എഫക്റ്റീവ് ആകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 11ഓളം കമ്പനികളെ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള സ്ഥാപനങ്ങൾ
സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ കരിമ്പട്ടികളിൽ പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു വ്യാപാര യുദ്ധത്തിനുള്ള തിരികൊളുത്തുന്ന രീതിയിലുള്ള എല്ലാവിധ സാഹചര്യങ്ങളും സംജാതമായെന്ന് ഇനി യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളാണ് വരേണ്ടത്. ശക്തമായ നടപടി എടുക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചൈനയുടെ ഇന്നത്തെ ഈ ഒരു കടുത്ത നിലപാടോടുകൂടി, അതായത് അമേരിക്ക ഏർപ്പെടുത്തിയതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചതോടുകൂടി തന്നെ ഒരു വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം ഉടലെടുത്തിട്ടുണ്ട്. ഈ ഒരു ആശങ്കയായിരുന്നു നമുക്ക് രാവിലെയുള്ള നമ്മുടെ മാർക്കറ്റ് അവേഴ്സിൽ നമ്മൾ സ്വാധീനിച്ചിരുന്നെങ്കിൽ ഈ ഒരു തീരുമാനം വന്നതോടെ ഇപ്പോൾ US മാർക്കറ്റിലും ഒരു കനത്തിടിവ് നമുക്ക് കാണാം. 900 പോയിൻറ്റിൻ്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡൗ ഫ്യൂച്ചേഴ്സിൽ. ഏകദേശം 2% നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കനത്തിടിവിൽ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ റയർ മൂലകങ്ങളുടെ സെമി കണ്ടക്ടർ നിർമ്മാണത്തിനൊക്കെ പോലെ EVയുടെ പല കോമ്പോണൻസിലൊക്കെ ഉപയോഗിക്കുന്ന റയർ എലമെൻസിൻ്റെ കയറ്റുമതി കുറയ്ക്കുമെന്ന് ചൈന പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NVIDIAയുടെ സ്റ്റോക്കുകളിൽ നമുക്ക് ഇടിവ് കാണാം. അതൊക്കെ അവിടെ US മാർക്കറ്റ് സംബന്ധിച്ച് നെഗറ്റീവായിട്ട് ബാധിച്ച ഘടകങ്ങളാണ്. അപ്പം ആഗോള വ്യാപാര യുദ്ധം സംബന്ധിച്ച് ആശങ്ക തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒന്നാമത് പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമതായിട്ട് സാമ്പത്തിക മാന്ദ്യ ഭീഷണി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിൻ്റെ തീരുമാനത്തിലൂടെ തന്നെ അമേരിക്കയും അതുവഴി ആഗോളതലത്തിലും ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വളർച്ച ഇടിയുമെന്നുള്ള ഒരു ആശങ്ക വർദ്ധിച്ചിരുന്നു. അപ്പം ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയും ഇനി ബാക്കിയുള്ള വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ നമുക്ക് കണക്കിലെടുത്ത് നോക്കുമ്പോൾ അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത ഈ വർഷം തുടക്കത്തിൽ 10-15% നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ 50% വർദ്ധിപ്പിച്ചിട്ടുണ്ട് പല ഗ്ലോബലി ആയിട്ടുള്ള അക്ലൈംഡ് ആയിട്ടുള്ള റേറ്റിംഗ് ഏജൻസികൾ. അതായത് അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീഴാനുള്ള സാധ്യത 50% വർദ്ധിച്ചുവെന്നാണ്. അപ്പം ഇതൊരു കനത്ത തിരിച്ചടിവ് തന്നെയാണ് നൽകുന്നത്. അപ്പം കഴിഞ്ഞ ദിവസത്തേക്ക് അമേരിക്കൻ വീണ്ടിലെ തിരിച്ചടി നോക്കുമ്പോൾ കോവിഡ് ലോക്ക്ഡൗണിന് ശേഷമുള്ള ലോക്ക്ഡൗണിന് ശേഷം ഒരു പ്രതിദിന കണക്കിൽ രേഖപ്പെടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയൊക്കെയാണ് കഴിഞ്ഞ ദിവസം US മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി ചൈന ഇപ്പോൾ ഒരു പ്രതികാര നടപടിയായിട്ട് താരിഫുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോള വീണൊരു ബെയറിഷ് ട്രെൻഡ് ഉരുത്തിരിയുകയാണ്. അപ്പം അതായത് US-നെതിരായ പ്രതികാര ഇറക്കുമതി തീരുവകളോടെ കൂടുതൽ അനിശ്ചിതത്വം വർദ്ധിക്കുന്നുവെന്ന് കാരണം. അപ്പോൾ ഇതിൻ്റെ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ US ബോണ്ട് ഈൽഡിലും ക്രൂഡ് ഓയിൽ പ്രൈസിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ ആ ഒരു ഡൗൺവേർഡ് ഒരു ബെയറിഷ് ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയും. അത് ഒരു എക്കണോമിക് സ്ലോ ഡൗണിനെ തന്നെ കൺസേൺസിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വില ഇന്ന് 8% ഇടിവ് നേരിട്ടിരിക്കുന്നത്. 4 വർഷത്തെ താഴ്നിലയിലാണ്. അത് ബ്രെന്റ് ക്രൂഡ് $65 നിലവാരത്തിന് താഴേക്കും വന്നിട്ടുണ്ട്. അപ്പം ഒരു ഗ്ലോബലി തന്നെ നോക്കുകയാണെങ്കിൽ ഒരു റിസഷൻ സംബന്ധിച്ചൊരു ആശങ്ക വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ഇന്ന് ഫാർമ ഓഹരികളിൽ ഒരു കനത്തിടിവാണ്. അത് മാർക്കറ്റിൻ്റെ സെന്റിമെൻറ്റ്സിനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏപ്രിൽ 2-ന് US പ്രഖ്യാപിച്ച് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കൂട്ടത്തിൽ ഫാർമ സെക്ടറിനെ ഒഴിവാക്കിയിരുന്നു. അപ്പം സെക്ടറലായിട്ടുള്ളൊരു താരിഫ് ആ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നതിന് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാര്യം ഓട്ടോമൊബൈൽ സെക്ടറാണ് നിലവിൽ ഒരു സെക്ടറലായിട്ടുള്ള ഒരു താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഫാർമ സെക്ടറിനെ ആ സമയത്ത് ഒഴിവാക്കിയത് കൊണ്ട് കഴിഞ്ഞ ദിവസം ഫാർമ ഓഹരികളൊക്കെ ഒരു മുന്നേറ്റത്തിന് കാരണമായിരുന്നു. പക്ഷേ അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നു എന്നുള്ള രീതിയിലുള്ള സൂചനകൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാണ് ഫാർമ ഓഹരികളെ ബാധിച്ചത്. ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളെ പ്രത്യേകമായി കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ളൊരു തീരുവ ചുമത്തുമെന്നുള്ള കൃത്യമായ സൂചന ട്രംപ് നൽകിയവരെയാണ് ഫാർമ ഓഹരികളുടെ ഒരു കനത്തിടിവുണ്ടായത്. നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് സെന്റിമെൻറ്റ്സിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ നാലാമതായിട്ടൊരു ഘടകം എന്ന് പറയുന്നത് ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹരികളിലെ ഇടിവാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഒരു 3.5% ഇടിവ് കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇൻഡിസസുകളെ ബാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇൻഫോസിസ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, TCS, HCL ടെക്, ലാർസൺ ആൻഡ് ടൂബ്രോ, ടാറ്റ മോട്ടോഴ്സ്, അതിൽ TCS 52-week ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ന്യൂ 52-week ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രമുഖ നിഫ്റ്റി ഓഹരികളുടെയൊക്കെ ഒരു വീഴ്ച ഇൻഡെക്സിനെ സാധിച്ചിട്ടുണ്ട്. അത് വിപണിയുടെ പ്രകടനത്തെ മൊത്തമായി ബാധിച്ച് നമുക്ക് കാണാൻ കഴിയും. HDFC ബാങ്ക് ഇന്നൊരു 1%-1.5% ഒരു മുന്നേറ്റം കാണിച്ചതാണ് ഈ ഒരു ആഘാതം ഒരു തരത്തിൽ കുറച്ചെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി വിപണിയിൽ എന്ത് എന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ, ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ഡൗൺ നമുക്ക് കാണാൻ കഴിയും. അതൊരു ബെയറിഷ്നെസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഇടിവിൽ തുടക്കത്തിൽ 22,900 നിലവാരങ്ങളിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നിഫ്റ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ സെൻറ്റിമെൻറ്റ്സ് റിമെയിൻസ് വീക്ക് തന്നെയാണ്. നമുക്ക് ഒരു നെഗറ്റീവ് തന്നെയാണെന്ന് പറയാൻ കഴിയും. അപ്പോൾ ഈ നിലവാരത്തിൽ നിന്നും വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റിനെ അടുത്ത ഘട്ടം തിരുത്തലിലേക്ക് തള്ളിവിടാനുള്ള എല്ലാ സാധ്യതകളാണ് കാണുന്നത്.
അപ്പം ഇന്നത്തെ യു എസ് മാർക്കറ്റ് ക്ലോസിംഗ് ബാക്കി കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ യു എസ് മാർക്കറ്റ് ക്ലോസിംഗ് നിർണായകമാണ്. ചൈനയുടെ ഒരു റീറ്റാലിയേഷൻ തിരിച്ചടിയോടെ ചൈനയും അമേരിക്കയ്ക്കെതിരെ അതേ നാണയത്തിൽ നികുതിയും തീരുവയും ചുമത്തിയോടെ തന്നെ ഗ്ലോബലി തന്നെ ഒരു അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാര്യങ്ങൾ നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരം നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഗുണകരമായി ഉരുത്തിരിയാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകം ഇപ്പം ചൈന പ്രതികരിച്ച അതേ രീതിയിൽ തന്നെ പ്രതികാര നടപടിയോടെ നമ്മൾ ഇന്ത്യ പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ യു എസ് ചുമത്തിയതിന് അതിൻ്റെ അതേ വാശി കാണിച്ച് തിരിച്ച് നമ്മളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്താതെ ഒരു അനുനയത്തിൻ്റെ പാതയിൽ നെഗോസിയേഷൻ്റെ പാതയിൽ തുടർന്ന് നൽകുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറും. കാര്യം ഇപ്പം നമ്മൾ ഗ്ലോബലി തന്നെയുള്ള, അതായത് ഇപ്പം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്കല്ല, ഇപ്പോൾ ബംഗ്ലാദേശ് ആയാലും ശ്രീലങ്ക ആയാലും വിയറ്റ്നാം ഒക്കെ ആണെങ്കിലും നമ്മളെക്കാട്ടും കൂടുതലുള്ള ഉയർന്ന നിരക്കിലുള്ള ഒരു താരിഫ് ആണ് ചുമത്തിയിരിക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു എഡ്ജ് നൽകുന്ന ഘടകമാണ്. അപ്പം നമ്മൾ റിറ്റാലിയേറ്ററി ആയിട്ട് പോകാതെ അനുനയത്തിൻ്റെ ഭാഷയിൽ ഉഭയകക്ഷി ഒരു ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിന് നമുക്ക് ശ്രമിച്ച് ആ രീതിയിൽ നമുക്കൊരു കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ നിലവിലെ സാഹചര്യം ഇന്ത്യക്ക് ഗുണകരമായി ഭവിക്കാനുള്ള എല്ലാവിധ ഘടകങ്ങളുമുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള തുടക്കത്തിലെ സ്റ്റെപ്പുകൾ കാണുമ്പോൾ നമുക്കിതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. ഗ്ലോബലി കാര്യങ്ങൾ നെഗറ്റീവ് ആയിരിക്കുന്നത് മാർക്കറ്റിനെ ബാധിക്കും. പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് വലിയ രീതിയിൽ പാനിക്കാവേണ്ട കാര്യങ്ങളില്ല. നിലവിലെ സാഹചര്യം, നിലവിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന നീക്കങ്ങളുമൊക്കെ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവായുള്ള ഘടകമാണ് പറയുന്നത്. ഇതിനേക്കാളേറെ ഇതിൻ്റെ ഒരു വേഴ്സ് കേസിലോട്ട് പോയാൽ പോലും, ഇപ്പോൾ ഗ്ലോബലി ഈ ട്രേഡ് വാറിൻ്റെ ഒരു വേഴ്സ് കേസ് സിനാറിയോട്ട് പോയാൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് മൂന്നോളം ഒരു പോസിറ്റീവ് ഘടകങ്ങൾ ഉരുത്തിരിയുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആ കാര്യങ്ങൾ നാളെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. നമ്മൾ വാച്ച് ലിസ്റ്റ് എന്നുള്ള പ്രോഗ്രാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് എന്ന പോലെ മാർക്കറ്റിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും മാർക്കറ്റുമായി ബന്ധപ്പെട്ട അടുത്ത പ്രോഗ്രാമിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.